പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ആ ദൃശ്യം കണ്ട ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യും. മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഷാഫി പറമ്പലിന് ഇതുവരെ ആശാനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. ശോഭ, നിങ്ങൾ ബോധത്തോടെയാണോ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ രണ്ടെണ്ണം അടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നത്? അല്ല, ഇത് കാണുന്ന പ്രേക്ഷകർ ഇതിന് താഴെ എങ്ങനെയാണ് കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. നമ്മുടെ ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ട് വളരെ വളരെ മോശമായിട്ടാണ്, ഇല്ലാത്ത കാര്യമാണ് ശോഭ പറയുന്നത്. ശോഭക്കുള്ള ചുട്ട മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഒരു പക്ഷേ എനിക്ക് വധഭീഷണി വരും, ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാവും. പ്രശ്നമില്ല. ഒരു സ്ഥാനാർത്ഥിയും ഇങ്ങനെ വോട്ടിന് വേണ്ടി പച്ചക്കളവ് പറയരുത്. അതിനു വേണ്ടിയിട്ട് എൻ്റെ തല പോയാലും പ്രശ്നമില്ല, ഞാനൊക്കെ അനുവദിക്കൂല. അതുകൊണ്ട് ശോഭ സുരേന്ദ്രനുള്ള ചുട്ട മറുപടിയാണ്. ശോഭ പറയുന്ന കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് അതിന് മർമ്മമായിട്ടുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയെന്ന് ചിലരെങ്കിലും വിചാരിക്കും. അപ്പോൾ ഒരു കാര്യം പറയാം, പൊന്നു പ്രേക്ഷകരെ, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ട് ഇവർ പറയുന്നത്, അതായത് ഏതോ ഒരുത്തൻ ഏതോ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. ആ സമയത്ത് പീഡിപ്പിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് വീഡിയോ കോൾ ചെയ്യുന്നു. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഷാഫി പറമ്പിൽ പറയുവാണത്രേ ചിരിച്ചുകൊണ്ട്, നന്നായി പീഡിപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാഫി പറമ്പിൽ ആ പീഡന വീരന് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാണ് ഇവിടെ ശോഭ സുരേന്ദ്രൻ പറയുന്നത്. നാണമുണ്ടോ? എന്താണ് ഈ പറയുന്നതിനുള്ള പ്രൂഫ് ശോഭ? എന്ത് ഭാവിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? 2 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് പച്ചക്കള്ളം വേണമെങ്കിലും പറയാമെന്നാണോ ശോഭ? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അപ്പൊ ശോഭ പറയുന്നത് ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് നമുക്ക് മറുപടി കൊടുക്കാം. തരും, കാരണം അപേക്ഷിച്ചിട്ടുണ്ട്. അവരോട്, സഹോദരന്മാരോട് എൻ്റെ അഭ്യർത്ഥന, ഒരു 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു MLA ആയിട്ട് പോവാനല്ല, നമുക്ക് 700 കോടിയുടെ വികസന പദ്ധതികൾ 100 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനായി. എടി, ഒരു കാര്യം പറയാം. നിന്നെപ്പോലെ ഒരുത്തന് തൃശ്ശൂരിൽ ജയിച്ചു, അവന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. അവൻ നിന്നേക്കാളും അപ്പുറത്തെ തള്ളാണ് തള്ളിയത്. ജയിച്ചതിന് ശേഷം ആ മഹാനെ തൃശ്ശൂരിൽ കാണാനില്ല. ഇവിടെ ഇവൾ പറയുന്നത്, അതായത് എത്ര 500 കോടി, എത്ര 5 കോടിയല്ല 700 കോടിയുടെ വികസനം 100 ദിവസത്തിൽ കൊണ്ടുവരുമെന്നാണ്. നീയൊക്കെ ആരെയാണടി പറ്റിക്കുന്നത്? നീയൊക്കെ പറയുന്നത് പച്ചക്കളവല്ലേ? ഇവൾ പറയുകയാണ്, ഈ ശോഭ സുരേന്ദ്രൻ, ഇവളെന്നെ വിളിക്കണം. ഓക്കെ, അതായത് പച്ചക്കളവ് പറയുന്നവരെ നമ്മൾ മഹാനായിട്ടൊന്നും കാണരുത്. ഇവൾ പറയുകയാണ്, ഇവളുടെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് രമേശ് പിഷാരടി പറഞ്ഞത്രേ, അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രമേശ് പിഷാരടി പറഞ്ഞു എന്ന് ഇവർ പച്ചക്കളവ് പറയുകയാണ്. ഇവർ നിരന്തരം ഇങ്ങനെയാണ് പറയുന്നത്. നാണമുണ്ടോ ഇവർക്ക്? ഇവരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് നരേന്ദ്രമോദി ചെയ്യുന്ന നല്ലത് പറഞ്ഞിട്ടാണ്, അല്ലാതെ കണ്ട നല്ല നല്ല ചെറുപ്പക്കാർ പീഡിപ്പിച്ചു, വീഡിയോ കോളിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല. ഷാഫി പറമ്പിലിനെ കുറിച്ചിട്ട് വളരെ വളരെ മോശമായിട്ടാണ് ഇവൾ സംസാരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത് ഫുള്ളായി കേൾക്കും പറയാൻ പറ്റും. ഓക്കെ, ഇവൾ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. അതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് കൂടുതൽ പ്രതീക്ഷയായി. കാരണം BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെ സൃഷ്ടിക്കുക എന്നുള്ളതും, അതിൽ പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് മോദിജി സൂചിപ്പിച്ചു. ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, ഗുജറാത്തിന്റെ അവസ്ഥ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഗുജറാത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഇവൾ പറയുകയാണ് മറ്റേ വികസിപ്പിക്കും, അടുപ്പിനെ തിട്ടാൻ. ഒരു കാര്യം പറയാം പൊന്നു മോളെ ശോഭ, ആദ്യം മോദി ഭരിക്കുന്ന ഗുജറാത്ത് ഒന്ന് നന്നാക്കാൻ പറ, അതിനുശേഷം കേരളത്തിൽ വന്നാൽ മതി. കേരളം ബി ജെ പി ഭരിച്ചാൽ ഡ്രസ്സൊന്നും ഇടാതെ, ഈ താടി, ഈ മറ്റേ മീശ, മുടിയൊക്കെ മൊട്ടടിച്ചിട്ട്, ഈ സാധനം ഇതൊക്കെ മറ്റേ ബ്ലേഡിൽ ഇതാക്കിയിട്ട് ഡ്രസ്സൊന്നും ഇടാതെ ഞാൻ 10 റൗണ്ട് ഓടും. ഓക്കെ, ഈ പണിയെ ഞാൻ ഇല്ലാതാക്കും. അതായത് ഇവിടെ BJP 15 അധികാരത്തിൽ വരേണ്ട 15 സീറ്റ് പിടിച്ചാൽ. ഓക്കെ, ശോഭ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. യും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങി. പിന്നീട് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ എങ്ങനെ കേരളത്തിൽ മുന്നേറ്റം കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചുള്ള സൂചന നൽകി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടത്, അവർക്ക് ചിരപരിചിതയായിട്ടുള്ള ഒരാളാണ്. 2014 പാർലമെന്റിൽ മത്സരിച്ചു, വോട്ട് അവർ ഡബിളാക്കി തന്നു. അത് കഴിഞ്ഞ് 2016 മത്സരിച്ച് 22,000 40,000 ആക്കി തന്നു. ആണോടി? അപ്പോ ഇപ്രാവശ്യം എന്തായാലും 80,000 വോട്ട് കിട്ടും ശോഭയുടെ ആ ഒരു കണക്ക് പ്രകാരം. ഡബിളിന് ഡബിൾ അല്ലേ? എന്തും പറയാം. ശോഭക്കൊരു കാര്യം അറിയും, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ആളുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ നല്ല തിരക്കിലാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും, രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും ആരും ഒരക്ഷരം മിണ്ടൂല. കാരണം ഇവൾ പറയുന്നത് കേൾക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് സമയമില്ല. ഞങ്ങളെപ്പോലുള്ളവരുണ്ട്. അതായത് ഞങ്ങളിപ്പോ കോൺഗ്രസ് എന്നല്ല, CPM എന്നല്ല, BJP എന്നല്ല, ഇപ്പൊ നാളെ ആര് തെറ്റ് ചെയ്താലും, കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്താലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഓക്കെ,
ഓക്കെ, ഇവൾ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം. ആ സമയത്തെല്ലാം തന്നെ ഒരു B+ മണ്ഡലമായിരുന്നു. ഇന്നത് A+ മണ്ഡലത്തിൽ എത്തി നിൽക്കുകയാണ്. എന്ത് മണ്ഡലത്തിൽ B+, A+? ഓക്കെ, എന്താണിത്? ഇത് കോളേജ് മറ്റേ ഈ പഠിക്കുന്ന SLCന്റെ റിസൾട്ട് ആണോ? എന്താണ് ശോഭ? എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ്? ഓക്കെ, നമ്മുടെ ഷാഫി പറമ്പിലിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നത്, അപ്പൊ ഞാൻ കൊടുക്കാം, ബാക്കി കൂടി കേട്ടു നോക്കാം. ആ A+ മണ്ഡലത്തിൽ നിങ്ങളുടെ ഈ സമൂഹത്തിന്റെ ശോഭയുടെ കെമിസ്ട്രി കൂടി വർക്കൗട്ട് ആവുമ്പോൾ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. പാലക്കാട് തരും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ശോഭ? അത് ആരുടെ? ഞങ്ങളുടെ ശോഭ ഒന്നുമല്ല, പോയി പാടി നോക്കട്ടെ. നീ ഞങ്ങളുടെ ശോഭയാണ് പറയുമ്പോ ഇത്തിരി ബോധത്തോട് സംസാരിക്കണം. ഇപ്പോൾ ശോഭ പറഞ്ഞത് നിങ്ങളുടെ ശോഭ. ആരുടെ ശോഭയാണ്? അതങ്ങ് ബി ജെ പിക്കാരുള്ള സദസ്സിൽ പോയി പറഞ്ഞാൽ മതി നിങ്ങളുടെ ശോഭ. ഞങ്ങൾക്ക് നിങ്ങൾ ആരുമല്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഏറ്റവും BJP വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായി ശോഭ മത്സരിക്കുന്ന പാലക്കാട് മാറിയിട്ടുണ്ട്. അല്ല, ഞാൻ മത്സരിക്കുന്നത് എന്നുള്ളതല്ല, എന്റെ പ്രസ്ഥാനം മത്സരിക്കുന്ന പാലക്കാട്. എപ്പോഴും ശോഭയെ വിനിയോഗിച്ചിട്ടുള്ളത് 4000-5000 വോട്ടുള്ള സ്ഥലത്ത് പോകാൻ പറയും, ഞാൻ പോവും, ഒരു മടിയും ഉണ്ടാവില്ല. പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ശോഭ 9 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ശോഭ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ BJP നേതാക്കളും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ബീഫ് നിരോധിക്കും. നിങ്ങൾ അങ്ങനെയല്ലേ? ക്രിസ്മസ് ആഘോഷിക്കും, നിങ്ങൾക്ക് പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ഇടണോ ശോഭ? നാണമുണ്ടോ? ഒത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന ആ സാധനമാണ് മനുഷ്യന്മാർക്കായാൽ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പാലക്കാടിൽ പിഞ്ചോമന കുട്ടികൾക്ക് നേരെ കല്ലെറിഞ്ഞവരല്ലേ നിങ്ങൾ? ഞാൻ വായിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്നാൽ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ശോഭ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിപ്പിക്കും എന്നുള്ളതാണ്. ഉറപ്പല്ലേ? നല്ല ഭൂരിപക്ഷത്തിൽ തോൽക്കും. ഏകദേശം പിഷാരടിയുടെ എന്തൊരു ഭാഗ്യം. സത്യം പറഞ്ഞാൽ പൊന്നു BJP കാരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥി ശോഭക്ക് പകരം ആ കൃഷ്ണകുമാറിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, എന്തില്ലെങ്കിൽ ആ പ്രശാന്ത് മറ്റേ ചങ്ങായില്ലേ അവനെയോ ആരെ നിർത്തിയെങ്കിലും ഒരു പക്ഷെ ജയിക്കുമായിരുന്നു. ഇവൾ ആദ്യം, അതായത് വന്ന സമയത്ത് ഇവൾ ജയിക്കുമെന്നാണ് ചിലർ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ കണ്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുകയാണ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. നാണമുണ്ടോ ഇവൾക്ക്? ഇവളൊക്കെ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അതിവിടുത്തെ മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ കർഷക കുടുംബങ്ങൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാർക്സിസ്റ്റുകാരന്റെ മകൻ BJPയിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുടുംബം മുഴുവൻ BJPയിലായി. ആണോ? ഇതൊക്കെ ആർക്കറിയാം? പച്ച നുണയാണ് ഇവള് പറയുന്നത്. കോൺഗ്രസിന്റെ കുടുംബം BJPയിലായാൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത വരൂല അല്ലേ? എന്ത് കിട്ടുന്നു കോൺഗ്രസിന്റെ, എന്ത് കിട്ടുന്നു എന്ന് കാക്കുകയാണ് ഈ റിപ്പോർട്ടറൊക്കെ. അപ്പൊ നമുക്കൊന്നും അറിയുന്നില്ല. ശോഭക്കറിഞ്ഞു കോൺഗ്രസിന്റെ ഏതോ പ്രസിഡന്റിന്റെ മക്കൾ BJPക്ക് പോയിനത്രേ. പച്ചക്കള്ളിയാണ്. ഇത്തരത്തിലുള്ള കള്ളികൾക്ക് വോട്ടിട്ട് ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. 2 വീടുകളിലും എനിക്ക് ഭക്ഷണം നൽകി. എന്നോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കർഷകരുടെ ആത്മാഭിമാനത്തിന് ഒരിക്കലും വില പറയാതിരിക്കുക, കർഷകരുടെ ആത്മാഭിമാനത്തെ നെഞ്ചോട് ചേർക്കുക. അതിന് ശോഭാ സുരേന്ദ്രന് സാധിക്കും എന്നാണ് അവര് പറയുന്നത്. അല്ലാതെ ഇവൾക്ക് അതിനൊന്നും സാധിക്കൂല. അത് പറയുന്നത് കേട്ട അവര് പറഞ്ഞത് എന്ന്. നാണമുണ്ടോടി? പിന്നെ ഭക്ഷണം കൊടുത്ത കാര്യം, ഉച്ച സമയത്ത് നീ എന്റെ വീട്ടിൽ വന്നാലും ഭക്ഷണം കിട്ടും, എവിടെ പോയാലും ഭക്ഷണം കിട്ടും. ഓക്കെ, അതിന് അതായത് നീ വിചാരിച്ചത് 4 ഭക്ഷണം തന്നു കഴിഞ്ഞാൽ നിനക്ക് വോട്ടിടുന്നല്ലേ? ബുദ്ധിയുള്ളവർ ശോഭാ സുരേന്ദ്രന് വോട്ടിടുന്നവരോട് ഒരു കാര്യം പറയുകയാണ്, നല്ല ഡോക്ടറെ പോയി കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ വോട്ടിടണം. ഇങ്ങനെ പറയാൻ കാരണം മിസ്റ്റർ ശോഭ ഷാഫി പറമ്പിലിനെതിരെ ഇല്ലാത്ത അലിഗേഷൻ നിങ്ങൾ പറഞ്ഞു. അതിനുശേഷം രമേശ് പിഷാരടിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മനുഷ്യന്മാരാണോ? അത് പറയുന്നതൊക്കെ പീഡനമാണ്. അതിലേക്കൊക്കെ വരാം. ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഇതിപ്പോ വന്നിറങ്ങുമ്പോൾ തന്നെ ശോഭ ഒരു വിജയപ്രതീക്ഷ, BJPയുടെ വലിയ സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ പ്രചരണം ബാക്കിയുള്ളൂ. ആ തുടക്കത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ കൂടുകയാണോ അതോ മത്സരം കൂടുതൽ ടൈറ്റ് ആവുകയാണോ? പ്രതീക്ഷ കൂടുകയാണ്. മത്സരത്തിന് യാതൊരു കാഠിന്യവും ഇല്ല. യാതൊരു ഇതുമില്ല. BJP ജയിക്കുമല്ലേ? എന്തെന്നാണ് നീ പറയുന്നത്? നിനക്ക് ബോധമുണ്ടോടി? ബാക്കിയും കൂടി കേട്ടു നോക്കാം. കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് കർഷക ഗ്രാമങ്ങളിൽ പാടശേഖര സമിതിയുടെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കാർഷിക വകുപ്പ് മന്ത്രി സംസാരിക്കും. 6-ാം തീയതി വരുന്നത് രാജ്യം കണ്ട അദ്വിതീയനായിട്ടുള്ള കർഷകരെ നെഞ്ചോട് ചേർത്തിട്ടുള്ള 15 വർഷക്കാലത്തിലധികം ഒരു വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്ന എല്ലാവരും മാമാജി എന്ന് വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വലിയൊരു ലീഡർ. മാമാജിയെ കുറിച്ചിട്ട് യൂട്യൂബിലൊന്ന് അടിച്ചാൽ മതി, അപ്പൊ കിട്ടും എത്ര പേരെ മാമാജിയുടെ നേതൃത്വത്തിൽ കൊന്നിട്ടുണ്ട് എന്നൊക്കെ. ബീഫ് കഴിച്ച പേരിൽ, മറ്റേ പേരിൽ, മറിച്ചതിന്റെ പേരിൽ. അതുപോലത്തെ മഹാനാണ് മറ്റന്നാൾ വരുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്.
ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം മാത്തൂരിലോ പിരായിരിയിലോ കണ്ണാടിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് പ്രസംഗിക്കും. അത് 6-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഈ മത്സരം ഞങ്ങൾ വെന്നിക്കുടി പാറിക്കും. അല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, രാഹുൽ മാങ്കുടത്തിൽ ജയിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഉറപ്പായിട്ടും രമേശ് പിഷാരടി ജയിക്കും. ഓക്കെ, ഈ സാധനത്തിനൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഗുജറാത്ത് മുഖ്യമന്ത്രി വരുന്നു, പ്രധാനമന്ത്രി ആദ്യം വരുന്നു. അങ്ങനെയൊക്കെ വലിയ രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഈ വടക്കന്തറയിൽ ഉണ്ടായിട്ടുള്ള സംഭവം അതിനൊരു ശോഭ കെടുത്തിയില്ലേ? അല്ല, നോക്കൂ, വടക്കന്തറയിൽ ആ സംഭവം ഉണ്ടാവാൻ കാരണം എന്താണ്? അന്ന് രാവിലെ UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണ്? ബലാത്സംഗം വ്യക്തിപരമാണ് എന്നാണ്. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ നിന്റെ കയ്യിൽ? ഇല്ലാത്ത കാര്യം എന്തിനാടീ പറയുന്നത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ബലാത്സംഗം എന്ന് പറയുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയെ അപമര്യാദയായി ഒരാൾ നോക്കുകയോ വ്യവഹരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ആ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുകയാണ്. ഇന്ന് പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്നലെ എന്താ കേട്ടത്? അതായത് ദളിത് പെൺകുട്ടി, അവൾക്ക് 22 വയസ്സേ ആയിട്ടുള്ളൂ, അവളെ പിച്ചു ചീന്തി എറിഞ്ഞു. ആരാണ് പിച്ചു ചീന്തി എറിഞ്ഞത്? അതും കൂടി പറയണം. ഇവർ പറയുന്ന കേട്ടാൽ ഓക്കെ, ഇവർ തന്നെ പറയുന്നുണ്ടാവും. ബാക്കിയും കൂടി കേട്ടു നോക്കാം. എന്നെ പിച്ചു ചീന്തി എറിയുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഷാഫി പറമ്പിലിന് ആശാനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആശാനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. എവിടെ ഒരു കാലം ശോഭാ സുരേന്ദ്രനോട് പറയാം എന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ പെണ്ണങ്ങനെ പറഞ്ഞോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, നാളെ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നുണ്ട് ഷാഫി പറമ്പില് എന്നൊരുത്തം പീഡിപ്പിക്കുമ്പോൾ ഷാഫി പറമ്പിലിനോട് വീഡിയോ കോൾ ഇട്ട് സംസാരിച്ചു എന്ന്. അതിന്റെ എന്തെങ്കിലും എവിഡൻസ് കൊണ്ടുവരി, എന്തെങ്കിലും തെളിവ് കൊണ്ടുവരി. വെറുതെ എന്തിനാണ് ശോഭ പറയുന്നത്? ഷാഫി പറമ്പിലിന് എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? ഇവളോട് ആരോ പറഞ്ഞു ഷാഫി പറമ്പിലിനെ വെറുതെ രാഹുലിനൊന്നും പറയണ്ട, ഷാഫിയെ നല്ലോണം കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടും, മറ്റത് കിട്ടും, അതൊന്നും പറയിപ്പിക്കണ്ട നീ വെറുതെ. കേരളത്തിൽ നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആരും ഇത്രയും വൃത്തികെട്ട രീതിയിൽ വോട്ട് പിടിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവൾക്കൊക്കെ നാണമുണ്ടോ? നല്ലത് പറഞ്ഞ് വോട്ട് പിടിക്കേണ്ടേടി. ബാക്കിയും കൂടി കേട്ട് നോക്കാം. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി വളരെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണിത്? കേരളത്തിലെ കിളിരൂരും കവിയൂരും ചർച്ച ചെയ്യപ്പെട്ട നാടാണിത്. ആ 2 പെൺകുട്ടികൾ അവരുടെ ദുർമരണം നമ്മൾ കണ്ടതാണ്. കവിയൂരിലെ അനഘയാണെങ്കിലും കിളിരൂരിലെ ശാരിയാണെങ്കിലും പിടഞ്ഞു വീണ് മരിച്ചത് ഇതുപോലെയുള്ള സ്ത്രീ ലംബടന്മാരുടെ ഇടയിലാണ്. ഇത് ഉള്ളതാണെങ്കിൽ, ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഉള്ളതാണെങ്കിൽ അതായത് ആരാണോ അത് ചെയ്ത് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇതിനെന്തിനാണ് രമേശ് പിഷാരടിയെ കൊണ്ടുവരുന്നത്? ഇതിലെന്തിനാണ് ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നത്? നിങ്ങളുടെ വർത്താനം കേട്ടാൽ അത് രമേശ് പിഷാരടിയും ഷാഫി പറമ്പിലിനല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇവിടെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അങ്ങനെയുള്ള കുറ്റം ചെയ്ത് അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഷാഫി പറമ്പിലും രമേശ് പിഷാരടിന്റെ പേര് പറയാൻ നിങ്ങൾ എന്തൊരു നിറയട്ടവരാണ്. എന്തെങ്കിലും ഒരാള് ഷാഫി പറമ്പിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്ര നിങ്ങളാണോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറയ്, കേസ് അന്വേഷിക്കട്ടെ. നിങ്ങളല്ല മീഡിയാസിൽ വന്ന് പറയേണ്ടത്. ബാക്കിയും കൂടി കേട്ടുന്നത്. പാലക്കാടിൽ എന്നല്ല കേരളത്തിൽ ഒരു കുട്ടിക്കും അമ്മയില്ലാത്ത സാഹചര്യം ഉണ്ടാകില്ല. ഞാൻ അവരുടെ കരുതലായി വർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളെപ്പോലുള്ള ഒരു അമ്മ കിട്ടല്ലേ? നിങ്ങൾ എന്തു ഭാവിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്? പൊന്നു ശോഭ, സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വിഷങ്ങളാണ്, വിഷം. നിങ്ങളൊക്കെ ഒരു അമ്മയായി കിട്ടിയാൽ ആ കുട്ടികളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഓടിക്കേണ്ടി വരും. ഇത്രയും നിങ്ങളുടെ തലയുമുട്ട, അതായത് തലയും തൊട്ട് കാല് വരെ വിഷം മാത്രമാണ് നിങ്ങൾ. വർഗീയതയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു കാര്യം പറയാം, പാലക്കാട് ശോഭ ജയിക്കൂല. ജയിച്ചാൽ ആദ്യം നിരോധിക്കാൻ പോകുന്നത് ബീഫായിരിക്കും, പിന്നീട് ക്രിസ്മസ് ആഘോഷമായിരിക്കും. ഇവറ്റകൾക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ പ്രതിഷേധമാണ് ഉണ്ടായത്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് മീഡിയയോട് പറയുന്നത്? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം കനത്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തെറിവിളി ഉണ്ടായപ്പോൾ അവിടെ നിന്നിരുന്ന വാർഡ് കൗൺസിലർ ഇടപെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ രമേശ് പിഷാരടി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ തടഞ്ഞതല്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നാണമില്ല, നിങ്ങൾക്ക് ഉളുപ്പില്ല. നിങ്ങൾ തോക്കുമെന്ന് ഉറപ്പായപ്പോ രമേശ് പിഷാരടി വോട്ട് ചോദിക്കാൻ പോകുമ്പോ നിങ്ങൾ തടഞ്ഞു, അങ്ങനെ പറയടി. ബാക്കിയും കൂടി കേട്ട് നോക്കാം. റേഷൻ വേറെയാണ് തീർച്ചയായും. പക്ഷേ ഇതിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോ ഒരു തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായപ്പോ അയാളുടെ ജനാധിപത്യ അവകാശം തടഞ്ഞു എന്ന നിലയിൽ വന്നു.
അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുക എന്നതല്ലേ യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ചെയ്യേണ്ടത്? അല്ല, ജനാധിപത്യത്തെയല്ല തടഞ്ഞത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ പ്രതികരിക്കണം, ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. അലുവക്ക് മുട്ടക്കറി ഉണ്ടെങ്കിൽ എങ്ങനെയാവും? അലുവക്ക് മുട്ടക്കറി മിക്സാക്കി നമ്മൾ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഉത്തരമാണ് ഈ ചോദ്യത്തിന് കൊടുത്തത്. ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം, രമേശ് പിഷാരടിയെ തടഞ്ഞതിന് ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. ബുദ്ധിയുണ്ടോടെ തനിക്ക്? ബാക്കിയും കൂടി കേട്ടത്. തന്റെ കൂടെ നിൽക്കുന്നയാളാണെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ആ ദൃശ്യം കണ്ട ഷാഫി പറമ്പലിനെ ചോദ്യം ചെയ്യണം. ഒന്ന്, ആ കടമ നിർവഹിക്കേണ്ടത് അദ്ദേഹമാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ഇവിടുത്തെ അമ്മമാരോടും പെൺകുട്ടികളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അതല്ല കരുതിയത് എന്ന് പറയാൻ തയ്യാറാകണം. അതിനുള്ള വിവേകമുണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വീണ്ടും മാങ്കൂട്ടത്തിലുകളെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. ശ്രദ്ധിക്കൂ, അതായത് ശോഭ പറയുന്നുണ്ട് പീഡിപ്പിക്കുന്ന ദൃശ്യം ഷാഫി കണ്ടു എന്ന്. എന്താടി ഷാഫി ഇതിനൊക്കെ ലീഗലായി മുന്നോട്ട് പോയാൽ ഇവളെ ഉറപ്പായിട്ടും അകത്താവും. എന്താണ് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാമെന്നാണോ ശോഭ? 4 വോട്ടിന് വേണ്ടിയിട്ട് എന്തും പറയാമെന്നാണോ? നാണമുണ്ടോ ശോഭ? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ ശോഭ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഇതിവിടുത്തെ സ്ത്രീകളുടെ സ്വത്വബോധത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നം ഉയർത്താൻ വേണ്ടിയിട്ടല്ല ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കേണ്ടത്. അതുകൊണ്ട് സാമാന്യ മര്യാദയുണ്ടെങ്കിൽ, സാമാന്യമായിട്ടുള്ള ബോധമുണ്ടെങ്കിൽ ഈ നറേഷൻ ക്രിയേറ്റ് ചെയ്യാതെ ഇവിടുത്തെ സ്ത്രീത്വത്തോട് മാപ്പ് പറയുക. മിസ്റ്റർ ശോഭ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് മാപ്പ് പറയേണ്ടത്. നിങ്ങളല്ലേ ഇല്ലാത്ത അലിഗേഷൻ പറയുന്നത്. രമേശ് പിഷാരടി പറഞ്ഞു, അതായത് അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികള് പീഡിപ്പിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞു ആദ്യം, ഇല്ലാത്ത പച്ചക്കളവ്. ഇവ പറയുകയാണ് ഷാഫി പറമ്പിലും കൂട്ടാളികളും മറ്റേതോ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ആഘോഷിച്ചു എന്ന്. അപ്പോൾ ആരാണ് മാപ്പ് പറയേണ്ടത്? ഈ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം, ഇല്ലാത്ത കാര്യം നിങ്ങളല്ലേ ശോഭാ സുരേന്ദ്ര അയച്ചു കൊടുക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളല്ലേ മാപ്പ് പറയേണ്ടത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അതായത് സ്വന്തം പാർട്ടിയിൽ സൈബർ ഇടത്തിൽ ശൈലജ ടീച്ചർ ആക്രമിക്കപ്പെട്ടപ്പോൾ കമാന്നൊരക്ഷരം ഇണ്ടാത്ത ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 150ഓളം വരുന്ന മാർക്സിസ്റ്റുകാർ വലിയ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി എന്നെ തടയാൻ വന്ന ദൃശ്യം മാധ്യമങ്ങളുടെ പഴയകാല പിക്ചറിൽ ഉണ്ടാവും. ഉണ്ടാവും. നിങ്ങൾ ആരാണ്? നിങ്ങളൊക്കെ ഇല്ലാത്ത കാര്യത്തിലേക്ക് കൈയിട്ടാണ് മിസ്റ്റർ ഈ പറയുന്ന ശോഭ. അതായത് ഞാൻ വെറുതെ ഒരാടുത്ത് പോയി സിസി ഉണ്ടാക്കുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ല. നിങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിനോ? നിങ്ങളൊക്കെ സമരം ചെയ്യുന്നത് ബീഫ് നിരോധിക്കാനും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനും അല്ലേ? ബാക്കിയും കൂടി കേട്ടു. അത് നിങ്ങൾ തെരഞ്ഞെടുക്കണം. അങ്ങനെ വടിവാളുമായിട്ട് വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആ പൊതുനിരത്തിൽ എന്നെ തടയുകയും ചെയ്തതിനു ശേഷം മിണ്ടാത്ത ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആരാണ് അങ്ങനെ അവർക്ക് കൈ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അടിച്ചു പോവും. അത്തരത്തിൽ വിഷയങ്ങളല്ലേ ഇവരൊക്കെ കാറുന്നത്. ഓക്കെ, കാറുന്നെന്ന് പറഞ്ഞാൽ ഛർദിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു. അല്ലല്ല, BJP അതല്ല ചെയ്തത്. ഇവിടുത്തെ മുഴുവൻ അമ്മമാരുടെയും കുത്തകപ്പാട്ടം BJPയുടെ കയ്യിലല്ല. ഇവിടുത്തെ അമ്മമാർ തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്ത്രീ ലംബടന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അനുകൂലമായി അമ്മമാർ ചിന്തിക്കില്ല. പാലക്കാട് ചിന്തിക്കില്ല. അല്ലാതെ പച്ചക്കളവ് പറയുന്ന, നുണ പറയുന്ന നിനക്ക് വോട്ടിടും, ഉറപ്പാണ്, കണ്ടറിയാം. ഓക്കെ, ഇവള് എത്ര വോട്ടിന് തോക്കുന്നു എന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം, വീഡിയോ ഇനിയുമുണ്ട്. എപ്പോൾ ഫോൺ ഓഫ് ആവുമെന്നറിയില്ല. 3% ചാർജാണ് ഇനിയുള്ളത്. ഏത് നിമിഷമാണെങ്കിലും ഫോൺ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇപ്പോൾ ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഓഫ് ചെയ്യുന്നത് വരെ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അതിന്റെ പ്രതിഷേധമാണ് ഉണ്ടായത്. ഞങ്ങൾ എന്ത് കഴിച്ചു? ഇവിടെ ഞാൻ ഇന്ന് പാലക്കാട് കോട്ടയിൽ പോയിരുന്നു, ആളുകളെയൊക്കെ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ്. BJPക്കാരാണ് പറയുന്നത്, BJPക്ക് അനുകൂലമായ സാഹചര്യമായിരുന്നു. ശോഭ ചേച്ചി ജയിക്കുമെന്നായപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇത്തരം കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നത്, അതാണ് വടക്കന്തരയെ കണ്ടതെന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ലെങ്കിൽ സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, 100% ശരിയാണ്. പാലക്കാടിലെ നല്ലവരായ BJPക്കാർക്കറിയാം ഈ വിഷം നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കൂല. അഥവാ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് തന്നെ അതൊരു ഭീഷണിയാവും അറിഞ്ഞിട്ടാണ് ഇവറ്റകളെ ഈ ഒരു സാധനത്തിന് സപ്പോർട്ട് കൊടുക്കാതെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രമേശ് പിഷാരടിയെ തടഞ്ഞത്, രമേശ് പിഷാരടിക്ക് എന്തിലെങ്കിലും ഒരു 1000 വോട്ടെങ്കിലും കിട്ടും ആ ഒരു തടഞ്ഞത് കാരണം. ഇവറ്റകള് ഓക്കെ, ഇവൾ അനുഭവിക്കും, ഇവൾക്ക് അങ്ങനെ തന്നെ വേണം. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അത് വടക്കന്തറയിലെ BJPക്കാരല്ല, BJPക്കാര് എന്നുള്ള വ്യാജേന ഇവിടെ കുറെ ആളുകൾ അന്യ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതായത് UDF സ്ഥാനാർത്ഥി വരുത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ആത്മാഭിമാന ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തന രംഗത്തില്ല. ആരുമില്ല, എല്ലാം BJPക്കാർ.
നാണമുണ്ടോ? ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. എന്നിട്ട് പറയുകയാണ് അന്യ സംസ്ഥാനത്ത് രമേശ് പിഷാരടിയെ ഇതാക്കാൻ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുട്ടുന്നു. അതാണ് ഇവിടെ ശോഭ പറയുന്നത്, ശോഭ ചിന്തിക്കുന്നത്. ഇവളെയൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. പല പല കോൺഗ്രസ്സുകാരുടെയും വീടുകളിലേക്ക് BJP സ്ഥാനാർത്ഥിയെ വിളിച്ച് ചായ തരികയാണ്. അപ്പൊ അതുകൊണ്ട് BJPയുടെ വേഷം കെട്ടിക്കൊണ്ട് ആരും പ്രതികരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഓ, PC ജോർജ്. ഞാൻ ഇനിയും കുറെ എണ്ണത്തിന്റെ പേര് പറയണോ നിങ്ങളെ? അതായത് ഈ പറഞ്ഞ നാക്കെടുത്ത കളവ് പറയുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് മൊത്തം BJPക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇവളെപ്പോലുള്ള ഓരോ ആൾക്കാരാണ് ഇവരെ പാർട്ടി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്നത്. സുരേന്ദ്രനെ കണ്ടു പഠിക്കുക. രാഷ്ട്രീയമാണ് അദ്ദേഹം. ചിലപ്പോൾ വർഗീയത പറയുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇവർ പറയുന്നത് പച്ച വർഗീയതയാണ്. ഇവർ ഇല്ലാത്ത കാര്യം പറയുകയാണ്. ഷാഫി അങ്ങനെ ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ചത് ചെയ്തു. നാണമുണ്ട് ഇവർക്ക്. ബാക്കിയും കൂടി കേട്ടു നോക്കാം. പക്ഷേ ഓരോ അമ്മയും ഓരോ രീതിയിലാണ് പ്രതികരിക്കുക. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ചടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വൃത്തികേട് പറഞ്ഞ ഒരു UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എന്തായിരിക്കും ഇവിടെ നടക്കുക എന്നതിനെ കുറിച്ച് ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ BJPയെ സംബന്ധിച്ച് ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു പാർട്ടി വേറെ ഏതാണുള്ളത്? ആരാ ഈ സംസാരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയോ? ഒരു ഇരുമ്പുമറ ഉണ്ടാക്കി ജനാധിപത്യ മഹിളാ അസോസിയേഷന് വേണ്ടിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച, ജീവിതം മുഴുവൻ ഹോമിച്ച, കുടുംബം നോക്കാത്ത, കുട്ടികളെ നോക്കാത്ത, പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ സ്വീകരിച്ച സ്ത്രീകൾക്ക് പോലും ടിക്കറ്റ് കൊടുക്കാതെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ പാർട്ടിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഈ വിഷയമൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം ഈ വിഷയം എന്താണ്? അത് അവരുണ്ടാക്കിയ ഒരു നാടകമാണ്. ഞാൻ ഇനി കൂടുതലായി വെക്കുന്നില്ല. എനിക്ക് തന്നെ ഇവരുടെ ഈ വർത്താനം കേട്ടിട്ട് ഇനിയുണ്ട് പറയുന്നത് പച്ചക്കളവാണ്. ഞാൻ ഇത് റിയാക്ട് ചെയ്യാൻ കാരണം പൊന്നു പ്രേക്ഷകര് ആരും തെറ്റിദ്ധരിക്കണ്ട ഇവരുടെ സ്പീച്ച് കേട്ടിട്ടെന്നാണ്. ഓക്കെ, ഇവരൊക്കെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? അപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് ഉടനെ കോള് വരും, ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നല്ല വൈകിയെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോമായി ഇടം വരാം. ഓക്കെ, ബൈ.